നൽകപ്പെട്ടിട്ട് യേശുനാമമല്ലാതെ ഇതിന്റെ പത്രോസ് എന്ന് വിളിച്ചു പറഞ്ഞത് ആകാശത്തിലെ മനുഷ്യരുടെ നമ്മളെ രക്ഷിക്കണമെന്ന് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുനാമമല്ലാതെ എന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമാണ് യേശുനാമം. ആ യേശുനാമത്തെ തിരുസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാം, നമ്മുടെ വിയോഗങ്ങൾക്ക് സമർപ്പിക്കാം, നമ്മുടെ കണ്ണീരിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എനിക്ക് രക്ഷ നൽകുന്ന ഏക നാമം, എന്റെ കണ്ണീരൊപ്പുന്ന ഏക നാമം, എന്റെ കരം പിടിക്കുന്ന ഏക നാമം, എനിക്ക് രക്ഷ നൽകുന്ന, എനിക്ക് സൗഖ്യം നൽകുന്ന, എനിക്ക് വിടുതൽ നൽകുന്ന, എന്റെ ചാരയോടൊപ്പം നടത്തുന്ന ഏക നാമമാണ് യേശുനാമം. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാതെ കൂടെ നടത്തുന്ന അവന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു. എന്റെ ദുരിതങ്ങളിൽ എനിക്ക് താങ്ങാകുന്നു. എന്റെ വേദനകളിൽ അവനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ആ ഏക നാമത്തെ ഒരുമിച്ചൊന്ന് പാടി ശ്രദ്ധിക്കാം. നമുക്ക് ജീവനോട് കുടിയിൽ തള്ളി എന്റെ മേൽ കല്ല് കെട്ടിവെച്ചു. വെള്ളം എന്റെ കണ്ണിത്തോളമെത്തി. കുടിയിൽ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നശിച്ചു എന്ന്. ഈ കുടിയിൽ കിടന്നുകൊണ്ട് കർത്താവേ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. അപ്പോഴങ്ങ് എന്റെ അടുത്തെത്തി എന്നോട് പറഞ്ഞു, ഭയപ്പെടണ്ട എന്ന്. അപ്പോഴങ്ങ് എന്റെ അടുത്തെത്തി എന്നോട് പറഞ്ഞു, ഭയപ്പെടണ്ട. ഏതെങ്കിലും കുടിയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? ഏതൊക്കെയോ ഭാര്യ നമ്മുടെ കൈക്ക് വെച്ചിരിക്കണോ? വെള്ളം കടുത്തോളം ഞാൻ നശിച്ചോ എന്ന് ആത്മഹത്യയുടെ ഭക്തിയിൽ വന്നിരിക്കുന്നവരുണ്ടോ? സർവ്വതും തകർന്നു പോയിട്ടുണ്ടോ? എങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുക. അവന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. അവൻ അടുത്തുവന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞത് എന്റെ കരം പിടിക്കുന്നവർക്ക്, എന്റെ പള്ളിയിലൊപ്പുന്നവർക്ക് ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ച് അവന്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ച് അടിത്തട്ടിൽ നിന്ന് വിളിച്ചു പ്രാർത്ഥിച്ച് പള്ളിവിട്ട് വച്ചിരിക്കുന്ന അവസ്ഥ Shema